എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റാണ് ഈ വീഡിയോയിൽ. ചോദ്യങ്ങളിലേക്ക് കടക്കാം. നദികൾ അവയുടെ അപരനാമങ്ങൾ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. ബംഗാളിൻ്റെ ദുഃഖം, ബീഹാറിൻ്റെ ദുഃഖം, ഒഡീഷയുടെ ദുഃഖം, അസമിൻ്റെ ദുഃഖം, ദാമോദർ, കോസി, മഹാനദി, ബ്രഹ്മപുത്ര. നദികൾ അവയുടെ അപരനാമങ്ങൾ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ എ ആണ് ഉത്തരം. A1 ബംഗാളിൻ്റെ ദുഃഖം ദാമോദർ, B2 ബീഹാറിൻ്റെ ദുഃഖം കോസി, C3 ഒഡീഷയുടെ ദുഃഖം മഹാനദി, D4 അസമിൻ്റെ ദുഃഖം ബ്രഹ്മപുത്ര. മലങ്കര പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? മലങ്കര പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ഡി തൊടുപുഴയാർ. മലങ്കര പദ്ധതി സ്ഥിതി ചെയ്യുന്നത് തൊടുപുഴയാറിലാണ്. കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ ആസ്ഥാനം ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. കേരഫെഡ്, മാർക്കറ്റ് ഫെഡ്, ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ്, പുൽത്തൈല ഗവേഷണ കേന്ദ്രം, ഗാന്ധിനഗർ കൊച്ചി, തിരുവനന്തപുരം, ഓടക്കാലി, കോട്ടയം. കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ അവയുടെ ആസ്ഥാനങ്ങൾ എന്നിവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ ബി ആണ് ഉത്തരം. A2 കേരഫെഡ് തിരുവനന്തപുരം, B1 മാർക്കറ്റ് ഫെഡ് ഗാന്ധിനഗർ കൊച്ചി, C4 ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് കോട്ടയം, D3 പുൽത്തൈല ഗവേഷണ കേന്ദ്രം ഓടക്കാലി. പൗരത്വത്തെ സംബന്ധിക്കുന്ന നിയമം പാസാക്കാൻ അധികാരമുള്ളത് ആർക്കാണ്? പൗരത്വത്തെ സംബന്ധിക്കുന്ന നിയമം പാസാക്കാൻ അധികാരമുള്ളത് ആർക്കാണ്? ഓപ്ഷൻ ബി പാർലമെൻറ്റ്. പാർലമെൻറ്റിനാണ് പൗരത്വത്തെ സംബന്ധിക്കുന്ന നിയമം പാസാക്കാൻ അധികാരം ഉള്ളത്. ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജത്തിൻ്റെ അളവാണ് ഊഷ്മാവ്. മാസ് കൂടുതലുള്ള വസ്തുക്കൾക്ക് ജഡത്വം കൂടുതലായിരിക്കും. പറയുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ ബി 2 മാത്രം. മാസ് കൂടുതലുള്ള വസ്തുക്കൾക്ക് ജഡത്വം കൂടുതലായിരിക്കും എന്ന പ്രസ്താവനയാണ് തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന. കേരളത്തിലെ ആദ്യത്തെ ജൈവഗ്രാമം ഏത്? കേരളത്തിലെ ആദ്യ ജൈവഗ്രാമം ഏതാണ്? ഓപ്ഷൻ ബി ഉടുമ്പന്നൂർ. ഉടുമ്പന്നൂരാണ് തന്നിരിക്കുന്നവയിൽ കേരളത്തിലെ ആദ്യത്തെ ജൈവ ഗ്രാമം. കേരളത്തിലെ ജില്ലകളുമായി ബന്ധപ്പെട്ട വിശേഷണങ്ങളിൽ ശരിയായത് ഏതെല്ലാം? തെയ്യങ്ങളുടെ നാട് കണ്ണൂർ, കിഴക്കിൻ്റെ വെനീസ് ആലപ്പുഴ, അക്ഷരനഗരം കോട്ടയം, സാംസ്കാരിക തലസ്ഥാനം തിരുവനന്തപുരം. കേരളത്തിലെ ജില്ലകളുമായി ബന്ധപ്പെട്ട വിശേഷണങ്ങളിൽ ശരിയായത് ഏതെല്ലാം? ഓപ്ഷൻ എ ആണ് ഉത്തരം. 1, 2, 3 എന്നിവയാണ് ശരിയായത്. തെയ്യങ്ങളുടെ നാട് കണ്ണൂർ, കിഴക്കിൻ്റെ വെനീസ് ആലപ്പുഴ, അക്ഷരനഗരം കോട്ടയം, സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂരാണ്. 86ാമത് ഭേദഗതി പ്രകാരം ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട അനുച്ഛേദം ഏത്? 86ാമത് ഭേദഗതി പ്രകാരം
ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട അനുച്ഛേദം ഏത്? ഓപ്ഷൻ എ അനുച്ഛേദം 21A. 86ാമത് ഭേദഗതി പ്രകാരം ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട അനുച്ഛേദമാണ് അനുച്ഛേദം 21A. ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. മനുഷ്യ ശരീരത്തിൽ ആഹാരത്തിൻ്റെ ദഹനത്തിന് സഹായിക്കുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് മ്യൂറിയാറ്റിക് ആസിഡ് എന്നും അറിയപ്പെടുന്നു. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡ് ആണ്. കാർ ബാറ്ററികളിൽ ഉപയോഗിക്കുന്നത് സൾഫ്യൂരിക് ആസിഡ് ആണ്. തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ ഡി 1, 2, 3, 4 തന്നിരിക്കുന്ന 4 പ്രസ്താവനകളും തന്നെ ശരിയായ പ്രസ്താവനകളാണ്. പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായം നൽകണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പേത്? പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായം നൽകണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പേത്? ഓപ്ഷൻ സി അനുച്ഛേദം 39A. പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായം നൽകണമെന്ന് അനുശാസിക്കുന്നത് അനുച്ഛേദം 39A. പക്ഷിസങ്കേതങ്ങൾ ജില്ലകൾ ശരിയായത് ഏതെല്ലാം? കുമരകം പക്ഷിസങ്കേതം കോട്ടയം, അരിപ്പ പക്ഷിസങ്കേതം തിരുവനന്തപുരം, മംഗളവനം പക്ഷിസങ്കേതം എറണാകുളം, ചൂലന്നൂർ പക്ഷിസങ്കേതം പാലക്കാട്. പക്ഷിസങ്കേതങ്ങൾ സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ ശരിയായത് ഏതെല്ലാം? ഓപ്ഷൻ സി 1, 2, 3, 4 എന്നിവ തന്നിരിക്കുന്ന 4 തന്നെ ശരിയായതാണ്. മലയാളത്തിലാദ്യത്തെ രാഷ്ട്രീയ നാടകം? മലയാളത്തിലാദ്യത്തെ രാഷ്ട്രീയ നാടകം? ഓപ്ഷൻ ഡി പാട്ടബാക്കി. പാട്ടബാക്കിയാണ് മലയാളത്തിലാദ്യത്തെ രാഷ്ട്രീയ നാടകം. ക്രൈസ്തവ കാളിദാസൻ എന്നറിയപ്പെട്ടത്? ക്രൈസ്തവ കാളിദാസൻ എന്നറിയപ്പെട്ടത്? ഓപ്ഷൻ സി കട്ടക്കയം ചെറിയാൻ മാപ്പിള. കട്ടക്കയം ചെറിയാൻ മാപ്പിളയാണ് ക്രൈസ്തവ കാളിദാസൻ എന്നറിയപ്പെട്ടത്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം? മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം? ഓപ്ഷൻ ബി ഓക്സിജൻ. ഓക്സിജനാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഇടനാഴി എവിടെയാണ്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഇടനാഴി എവിടെയാണ്? ഓപ്ഷൻ ബി രാമേശ്വരം. രാമേശ്വരത്താണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഇടനാഴിയുള്ളത്. ഭാരതരത്നം നേടിയ ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി? ഭാരതരത്നം നേടിയ ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി? ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവാണ് ഭാരതരത്നം നേടിയ ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി. ഏത് വൈസ്രോയിയുടെ കാലത്താണ് 1904 ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട് പാസാക്കിയത്? ഏത് വൈസ്രോയിയുടെ കാലത്താണ് 1904 ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട് പാസാക്കിയത്? ഓപ്ഷൻ ബി കഴ്സൺ. കഴ്സൺ വൈസ്രോയി ആയിരുന്ന കാലത്താണ് 1904 ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട് പാസാക്കിയത്.
സൗത്ത് ഇന്ത്യൻ ലിബറൽ ഫെഡറേഷൻ ഏത് പേരിലാണ് പരക്കെ അറിയപ്പെട്ടത്? സൗത്ത് ഇന്ത്യൻ ലിബറൽ ഫെഡറേഷൻ ഏത് പേരിലാണ് പരക്കെ അറിയപ്പെട്ടത്? ഓപ്ഷൻ ബി ജസ്റ്റിസ് പാർട്ടി. ജസ്റ്റിസ് പാർട്ടി എന്ന പേരിലായിരുന്നു സൗത്ത് ഇന്ത്യൻ ലിബറൽ ഫെഡറേഷൻ പരക്കെ അറിയപ്പെട്ടത്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിലൂടെ ആദ്യമായി 2 പ്രാവശ്യം ആദരിക്കപ്പെട്ട ആദ്യ മലയാളി. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിലൂടെ ആദ്യമായി 2 പ്രാവശ്യം ആദരിക്കപ്പെട്ട ആദ്യ മലയാളി. ഓപ്ഷൻ എ വി കെ കൃഷ്ണമേനോൻ. വി കെ കൃഷ്ണമേനോനാണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിലൂടെ ആദ്യമായി 2 പ്രാവശ്യം ആദരിക്കപ്പെട്ട ആദ്യ മലയാളി. കേരളത്തിലാദ്യത്തെ റെയിൽവേ ലൈൻ നിലവിൽ വന്ന വർഷം. കേരളത്തിലാദ്യത്തെ റെയിൽവേ ലൈൻ നിലവിൽ വന്ന വർഷം. ഓപ്ഷൻ ഡി 1861. 1861 കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ നിലവിൽ വന്നത്. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേര്. ഓപ്ഷൻ എ അക്കൗസ്റ്റിക്സ്. അക്കൗസ്റ്റിക്സ് ആണ് ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം. ഉറുമ്പുകൾ ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന രാസവസ്തു. ഉറുമ്പുകൾ ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന രാസവസ്തുവാണ്. ഓപ്ഷൻ സി ഫിറമോൺ. ഫിറമോണാണ് ഉറുമ്പുകൾ ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന രാസവസ്തു. കോർ ബാങ്കിംഗ് സംവിധാനം നടപ്പിലാക്കിയ കേരളത്തിലെ ആദ്യ ബാങ്ക്. കോർ ബാങ്കിംഗ് സംവിധാനം നടപ്പിലാക്കിയ കേരളത്തിലെ ആദ്യ ബാങ്ക്. ഓപ്ഷൻ ബി സൗത്ത് ഇന്ത്യൻ ബാങ്ക്. സൗത്ത് ഇന്ത്യൻ ബാങ്കാണ് കോർ ബാങ്കിംഗ് സംവിധാനം നടപ്പിലാക്കിയ കേരളത്തിലെ ആദ്യ ബാങ്ക്. സ്റ്റീലിനേക്കാൾ ഏകദേശം 200 മടങ്ങ് ബലമുള്ള കാർബണിൻ്റെ അലോട്രോപ്പ്. സ്റ്റീലിനേക്കാൾ ഏകദേശം 200 മടങ്ങ് ബലമുള്ള കാർബണിൻ്റെ അലോട്രോപ്പ്. ഓപ്ഷൻ സി ഗ്രഫീൻ. ഗ്രഫീനാണ് സ്റ്റീലിനേക്കാൾ ഏകദേശം 200 മടങ്ങ് ബലമുള്ള കാർബണിൻ്റെ അലോട്രോപ്പ്. അന്നജത്തെ മാൾട്ടോസാക്കി മാറ്റുന്ന എൻസൈം. അന്നജത്തെ മാൾട്ടോസാക്കി മാറ്റുന്ന എൻസൈം. ഓപ്ഷൻ ബി ടൈലിൻ. ടൈലിനാണ് അന്നജത്തെ മാൾട്ടോസാക്കി മാറ്റുന്ന എൻസൈം. പണ്ഡിറ്റ് കറുപ്പൻ പ്രബോധ ചന്ദ്രോദയ സഭ സ്ഥാപിച്ചത് എവിടെ? പണ്ഡിറ്റ് കറുപ്പൻ പ്രബോധ ചന്ദ്രോദയ സഭ സ്ഥാപിച്ചത് എവിടെ? ഓപ്ഷൻ എ വടക്കൻ പറവൂർ. വടക്കൻ പറവൂരിലായിരുന്നു പണ്ഡിറ്റ് കറുപ്പൻ പ്രബോധ ചന്ദ്രോദയ സഭ സ്ഥാപിച്ചത്. ആരുടെ ആത്മകഥയാണ് കഴിഞ്ഞ കാലം? ആരുടെ ആത്മകഥയാണ് കഴിഞ്ഞ കാലം? ഓപ്ഷൻ ബി കെ പി കേശവമേനോൻ. കെ പി കേശവമേനോൻ്റെ ആത്മകഥയുടെ പേരാണ് കഴിഞ്ഞ കാലം. കേരളത്തിലെ ഏത് സാംസ്കാരിക സ്ഥാപനത്തിൻ്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണമാണ് കേളി? കേരളത്തിലെ ഏത് സാംസ്കാരിക സ്ഥാപനത്തിൻ്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണമാണ് കേളി? ഓപ്ഷൻ ബി സംഗീത നാടക അക്കാദമി. സംഗീത നാടക അക്കാദമിയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമാണ് കേളി. കേരളത്തിൽ സേവനാവകാശ നിയമം നിലവിൽ വന്ന വർഷം. കേരളത്തിൽ
സേവനാവകാശ നിയമം നിലവിൽ വന്ന വർഷം? ഓപ്ഷൻ ബി 2012 നവംബർ 1. 2012 നവംബർ 1 കേരളത്തിൽ സേവനാവകാശ നിയമം നിലവിൽ വന്നത്. ഗാന്ധിജി കൈസർ ഇ ഹിന്ദ് പദവി ബ്രിട്ടീഷ് സർക്കാരിന് തിരികെ നൽകിയത് ഏത് സംഭവത്തിൽ പ്രതിഷേധിച്ചാണ്? ഗാന്ധിജി കൈസർ ഇ ഹിന്ദ് പദവി ബ്രിട്ടീഷ് സർക്കാരിന് തിരികെ നൽകിയത് ഏത് സംഭവത്തിൽ പ്രതിഷേധിച്ചാണ്? ഓപ്ഷൻ ബി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചായിരുന്നു ഗാന്ധിജി കൈസർ ഇ ഹിന്ദ് പദവി ബ്രിട്ടീഷ് സർക്കാരിന് തിരികെ നൽകിയത്. ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന് വിളിക്കുന്ന മർദ്ദമേഖല ചുവടെ പറയുന്നവയിൽ ഏതാണ്? ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന് വിളിക്കുന്ന മർദ്ദമേഖല ചുവടെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകൾ. ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന് വിളിക്കുന്ന മർദ്ദമേഖല ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളാണ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്ത് ഏതാണ്? ഓപ്ഷൻ എ പോത്തുങ്കൽ. പോത്തുങ്കൽ പഞ്ചായത്താണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്ത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്കേയറ്റം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്കേയറ്റം? ഓപ്ഷൻ ബി കന്യാകുമാരി. കന്യാകുമാരിയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്കേയറ്റം. ശ്രീശൈലം പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി. ശ്രീശൈലം പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി? ഓപ്ഷൻ സി കൃഷ്ണ നദി. കൃഷ്ണ നദിയിലാണ് ശ്രീശൈലം പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനത്തിൻ്റെ പേരെന്താണ്? കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനത്തിൻ്റെ പേര് എന്താണ്? ഓപ്ഷൻ സി സൈലന്റ് വാലി. സൈലന്റ് വാലിയാണ് കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനം. ഭാഗികമായി കരയാൽ ചുറ്റപ്പെട്ട സമുദ്രഭാഗം. ഭാഗികമായി കരയാൽ ചുറ്റപ്പെട്ട സമുദ്രഭാഗം അറിയപ്പെടുന്നത്? ഓപ്ഷൻ സി കടൽ. കടൽ എന്നാണ് ഭാഗികമായി കരയാൽ ചുറ്റപ്പെട്ട സമുദ്രഭാഗം അറിയപ്പെടുന്നത്. പശ്ചിമഘട്ടം കേരളത്തിൽ അറിയപ്പെടുന്ന മറ്റൊരു പേര്. പശ്ചിമഘട്ടം കേരളത്തിൽ അറിയപ്പെടുന്ന മറ്റൊരു പേര്? ഓപ്ഷൻ ഡി സഹ്യപർവ്വത നിരകൾ. സഹ്യപർവ്വത നിരകൾ എന്നാണ് പശ്ചിമഘട്ടം കേരളത്തിൽ അറിയപ്പെടുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ? ഓപ്ഷൻ ബി വേമ്പനാട്ടുകായൽ. വേമ്പനാട്ടുകായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. നാം ജലദിനമായി ആചരിക്കുന്നത്. ജലദിനമായി ആചരിക്കുന്നത്? ഓപ്ഷൻ എ മാർച്ച് 22. മാർച്ച് 22-നാണ് നാം ജലദിനമായി ആചരിക്കുന്നത്. ഭൂമിയെ 2 അർദ്ധഗോളങ്ങളായി വിഭജിക്കുന്നത്. ഭൂമിയെ 2 അർദ്ധഗോളങ്ങളായി വിഭജിക്കുന്നത്? ഓപ്ഷൻ ഡി ഭൂമധ്യരേഖ. ഭൂമധ്യരേഖയാണ് ഭൂമിയെ 2 അർദ്ധഗോളങ്ങളായി വിഭജിക്കുന്നത്.
ക്ഷയത്തിന് കാരണമാകുന്ന ബാക്ടീരിയയെ കണ്ടെത്തിയതെന്നാണ്. ക്ഷയത്തിന് കാരണമാകുന്ന ബാക്ടീരിയയെ കണ്ടെത്തിയത് എന്നാണ്. ഓപ്ഷൻ എ 1882. 1882 ക്ഷയത്തിന് കാരണമാകുന്ന ബാക്ടീരിയയെ കണ്ടെത്തിയത്. അരുണ രക്താണുക്കളുടെ ആകൃതി മാറുന്നത് മൂലം ഓക്സിജൻ വഹിക്കൽ ശരിയായി നടക്കാത്ത അവസ്ഥ. അരുണ രക്താണുക്കളുടെ ആകൃതി മാറുന്നത് മൂലം ഓക്സിജൻ വഹിക്കൽ ശരിയായി നടക്കാത്ത അവസ്ഥയാണ് ഓപ്ഷൻ ബി സിക്കിൾ സെൽ അനീമിയ. അരുണ രക്താണുക്കളുടെ ആകൃതി മാറുന്നത് മൂലം ഓക്സിജൻ വഹിക്കൽ ശരിയായി നടക്കാത്ത അവസ്ഥയാണ് സിക്കിൾ സെൽ അനീമിയ. ശ്വാസകോശത്തെ ആവരണം ചെയ്തിരിക്കുന്ന ഇരട്ട സ്ഥലമേത്? ശ്വാസകോശത്തെ ആവരണം ചെയ്തിരിക്കുന്ന ഇരട്ട സ്ഥലം. ഓപ്ഷൻ എ പ്ലൂറ. ശ്വാസകോശത്തെ ആവരണം ചെയ്തിരിക്കുന്ന ഇരട്ട സ്ഥലമാണ് പ്ലൂറ. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം. ഓപ്ഷൻ എ ന്യൂഡൽഹി. ന്യൂഡൽഹിയാണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം. പ്രകാശത്തിന് പ്രകീർണനം സംഭവിക്കുമ്പോൾ ഏറ്റവും അധികം വ്യതിചലിക്കുന്ന നിറം. പ്രകാശത്തിന് പ്രകീർണനം സംഭവിക്കുമ്പോൾ ഏറ്റവും അധികം വ്യതിചലിക്കുന്ന നിറം. ഓപ്ഷൻ ഡി വയലറ്റ്. വയലറ്റാണ് പ്രകാശത്തിന് പ്രകീർണനം സംഭവിക്കുമ്പോൾ ഏറ്റവും അധികം വ്യതിചലിക്കുന്ന നിറം. കഥക് നൃത്തം ഉദ്ഭവിച്ചത് എവിടെയാണ്? കഥക് നൃത്തം ഉദ്ഭവിച്ചത് എവിടെയാണ്? ഓപ്ഷൻ ബി ഉത്തർപ്രദേശ്. കഥക് നൃത്തം ഉദ്ഭവിച്ചത് ഉത്തർപ്രദേശിൽ നിന്നുമാണ്. ഇന്ത്യൻ പീനൽ കോഡിൻ്റെ ഉപജ്ഞാതാക്കൾ. ഇന്ത്യൻ പീനൽ കോഡിൻ്റെ ഉപജ്ഞാതാക്കൾ. ഓപ്ഷൻ ബി ഇന്ത്യൻ ലോ കമ്മീഷൻ. ഇന്ത്യൻ ലോ കമ്മീഷനാണ് ഇന്ത്യൻ പീനൽ കോഡിൻ്റെ ഉപജ്ഞാതാക്കൾ. ഭരണഘടനയുടെ 371F അനുച്ഛേദം ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭരണഘടനയുടെ 371F അനുച്ഛേദം ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി സിക്കിം. സിക്കിം സംസ്ഥാനവുമായിട്ടാണ് ഭരണഘടനയുടെ 371F അനുച്ഛേദം ബന്ധപ്പെട്ടിരിക്കുന്നത്. സറോഗസി റെഗുലേഷൻ നിയമം ലക്ഷ്യം വയ്ക്കുന്നത്. സറോഗസി റെഗുലേഷൻ നിയമം ലക്ഷ്യം വയ്ക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ വാടക ഗർഭധാരണ നിയന്ത്രണം. വാടക ഗർഭധാരണ നിയന്ത്രണമാണ് സറോഗസി റെഗുലേഷൻ നിയമം ലക്ഷ്യം വയ്ക്കുന്നത്. എത്രാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യ സ്വാതന്ത്ര്യത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷിച്ചത്? എത്രാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യ സ്വാതന്ത്ര്യത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷിച്ചത്? ഓപ്ഷൻ ഡി 9ാമത്തെ. 9ാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യ സ്വാതന്ത്ര്യത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷിച്ചത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.